നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ CJP വിദ്യാർത്ഥി സമരവും അതിനെതിരായ പോലീസ് നടപടിയും കേന്ദ്ര സർക്കാരിനെ ഇപ്പോഴും തിരിഞ്ഞുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി സമരം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് ധർമ്മേന്ദ്ര പ്രധാനെ താഴെയിറക്കിയെങ്കിലും ഇപ്പോൾ അതിന്റെ അലയൊലികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയാണ്. CJP സമരം ധർമ്മേന്ദ്ര പ്രധാനെ രാജിവയ്പ്പിച്ചപ്പോൾ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പോലീസ് നടപടിയുടെ പേരിൽ പ്രതിപക്ഷം അമിത്ഷായെ ലക്ഷ്യമിട്ട് ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. ആക്രമണം മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ പാർലമെന്റിലെത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ്. അതോടൊപ്പം അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം ഭരണപക്ഷം ഒന്നിച്ച് രാഹുൽ ഗാന്ധിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതാണ് കണ്ടത്. നിഷ്പക്ഷനായിരിക്കേണ്ട ലോക്സഭാ സ്പീക്കർ ഇടപെട്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. CJPയുടെ സമരവും അതിൻ്റെ പേരിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതും BJP നേതൃത്വത്തെയും കേന്ദ്ര സർക്കാരിനെയും എത്രത്തോളം അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നാണ് ഈ സംഭവങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ അമിത്ഷായുടെ രാജി ആവശ്യവും കൂടി ഉയർത്തി BJP സർക്കാരിനെ മുൾമുനയിൽ നിർത്തുകയാണ് പ്രതിപക്ഷം. രാജ്യം ഭരിക്കുന്ന BJPയുടെയും RSSന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തിൻ്റെ പദവി നൽകുക എന്നത്. ഇതിനായുള്ള ബില്ല് ഇന്നലെ രാജ്യസഭ പാസാക്കുമ്പോൾ അവിടെ ഉണ്ടാകേണ്ടിയിരുന്നതും ആ ബില്ല് അവതരിപ്പിക്കേണ്ടിയിരുന്നതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായായിരുന്നു. പക്ഷേ ബിൽ അവതരണ സമയത്ത് അമിത്ഷാ രാജ്യസഭയിൽ ഉണ്ടായിരുന്നില്ല. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ബില്ലിന്മേലുള്ള ചർച്ച നടക്കുമ്പോഴും അമിത്ഷായുടെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അമിത്ഷായ്ക്കുമെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചത്. പക്ഷേ ഈ ആരോപണങ്ങൾക്കൊന്നും മറുപടി ഭരണപക്ഷത്തിന് ഉണ്ടായിരുന്നില്ല. മറിച്ച് പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും വിമർശിക്കാനുമാണ് ഭരണപക്ഷം തയ്യാറായത്. സമരം ചെയ്ത വിദ്യാർത്ഥികളെ മർദ്ദിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം. ഉത്തരവിട്ടത് ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുമോ? അതല്ല ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു അതെന്ന് മറുപടി പറയേണ്ടതായിട്ടും വരും. സമരത്തെ അടിച്ചൊതുക്കാനാണ് ഡൽഹി പോലീസ് ശ്രമിച്ചത്. പെല്ലറ്റ് ഗണ്ണുകൾ, ആണിതറച്ച ലാത്തികൾ, ഇലക്ട്രിക് ലാത്തികൾ. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ നേരിടാൻ രാജ്യത്തിൻ്റെ ഭരണകൂടം സ്വീകരിച്ച വഴികളാണ് ഇത്. ഈ നടപടിക്ക് നിർദ്ദേശം നൽകിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നുവെന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണ് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചതോടെ ഭരണപക്ഷം പ്രതിരോധത്തിലായി. ആഭ്യന്തരമന്ത്രിക്കെതിരെ അങ്ങനെയൊരു പരാമർശം നടത്താൻ പാടില്ലെന്ന് വാദിക്കുകയും അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും കേന്ദ്രമന്ത്രിമാർ അടക്കം രംഗത്തിറങ്ങി വാദിച്ചു. ഇതോടെ ആ പരാമർശങ്ങളെല്ലാം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അറിയിച്ചു. സഭയിൽ നിഷ്പക്ഷത പാലിക്കേണ്ട സ്പീക്കറാണ് ഭരണപക്ഷത്തിന് അനുകൂലമായി അവരിൽ ഒരാളായി സംസാരിച്ചത്. രണ്ട് കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്കെതിരെ ഉന്നയിക്കുന്നത്. ആഭ്യന്തരമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംസാരിക്കുന്നത് കണ്ടുവെന്നും മറ്റൊന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പേഴ്സണൽ കാര്യമന്ത്രി അടിക്കടി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിളിച്ചുവെന്നും. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാമെങ്കിൽ ആ കണ്ണുകൊണ്ട് താൻ നേരിട്ട് കണ്ടതാണ് അമിത്ഷാ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മറ്റൊന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പേഴ്സണൽ കാര്യമന്ത്രി ജിതേന്ദ്ര സിംഗ് അടിക്കടി അമിത്ഷായുമായി ഫോണിൽ സംസാരിച്ചു എന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ലാത്തിചാർജിലും വെടിവെപ്പിലും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നേരിട്ട് പങ്കുണ്ട് എന്നാണ് പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നത്. ആഭ്യന്തരമന്ത്രി അറിഞ്ഞാണ് എങ്കിലും അല്ലെങ്കിലും ലാത്തിചാർജിൻ്റെ കാര്യത്തിൽ അമിത്ഷായ്ക്കെതിരെ ചോദ്യമുയരും, മറുപടി പറയേണ്ടി വരും. അമിത്ഷായാണ് അതിന് ഉത്തരവിട്ടത് എങ്കിൽ അമിത്ഷാ കുറ്റക്കാരനാണ് അല്ലേ? അതല്ല അമിത്ഷാ അറിയാതെയാണ് ലാത്തിചാർജ് നടന്നത് എങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമുണ്ടോ? രണ്ടായാലും കേന്ദ്ര സർക്കാരും ആഭ്യന്തര മന്ത്രാലയവും മറുപടി പറയണം. വരും ദിവസങ്ങളിലും അമിത്ഷായെ ലക്ഷ്യമിട്ടായിരിക്കും പ്രതിപക്ഷ ആക്രമണം എന്ന് വ്യക്തമാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം BJP നേരിടുന്ന ആഭ്യന്തര വെല്ലുവിളികളാണ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തട്ടിപ്പിലടക്കം BJPക്കുള്ളിൽ ആഭ്യന്തര ചേരി രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 12 വർഷത്തെ ഭരണം കണ്ട ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇപ്പോഴത്തേത്. അത് നേരിട്ട് ബാധിക്കാതിരിക്കാനാണ് ഒരു ബിൽ അവതരിപ്പിക്കേണ്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ സഭയിൽ നിന്ന് മാറി നിൽക്കുന്നത്.
ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷാ തട്ടിപ്പുകളിലും വിദ്യാർത്ഥികളെ നേരിട്ട രീതിയിലും BJPക്കുള്ളിലും RSSലും വലിയ അമർഷവും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. അമിത്ഷായോ മോദിയോ പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല എന്നതിനർത്ഥം BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ കടന്നാക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മുൻനിര നേതാക്കളാരും ഉണ്ടായിരുന്നില്ല എന്നതാണ്. കിരൺ റിജിജുവിനെ പോലുള്ള കേന്ദ്രമന്ത്രിമാരായിരുന്നു പ്രതിപക്ഷത്തെ എതിർത്തതും ആക്രമിച്ചതും. പാർട്ടി നേതൃത്വത്തിലാണ് എങ്കിലും മന്ത്രിസഭയിലും സർക്കാരിലാണ് എങ്കിലും നേതാക്കൾ രണ്ട് തട്ടിലായിരിക്കുന്നു എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇത് BJPക്കുള്ളിൽ ഉണ്ടാക്കുന്ന ആഭ്യന്തര കലാപം എത്രത്തോളമാണ് എന്ന് കാണിക്കുന്നുവെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നുണ്ട്.